ഇന്ന് ഉച്ചക്കത്തെ ഊണ് റെഡിയാക്കാനായിട്ട് ഇതാ കറി വെക്കാനായിട്ട് മീനൊക്കെ എടുത്തിട്ട് കഴുകിയെടുക്കുകയാണ്. ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാ അതെടുത്തിട്ട് കറി വെക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ പൊളിച്ചെടുക്കുകയാണ്. അത് നന്നായിട്ട് ചതച്ചൊക്കെ എടുക്കണം. പച്ചമുളക് മാത്രം മാറ്റിയിട്ട് ബാക്കിയെല്ലാം നന്നായിട്ട് ഇതാ ചതച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടേ. ഇനി ഒരു അടുപ്പത്തേക്ക് പാത്രം വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഇതാ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ടേസ്റ്റ് ആട്ടോ ഈ കറിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അതുകൊണ്ട് ഇതാ കൊണ്ടുവന്ന പാടെ അത് മാറ്റി വെച്ചില്ല, ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. പക്ഷെ അമ്മ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നു വിട്ടെ. എന്നാലും അത് പിന്നെ ഫ്രിഡ്ജിലിരുന്ന് മോശമാണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അപ്പം തന്നെ എടുത്തത് ആ മുളകിൽ വെക്കാണ് കേട്ടോ. അപ്പോൾ അത് അതിന് വേണ്ടി പച്ചമുളക് കരിഞ്ഞിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട്, വേപ്പില ഈ മീൻകറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടും കേട്ടോ, പച്ചമുളകും വേപ്പിലയൊക്കെ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ആ വഴറ്റിയ മിക്സ് ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് ഇതാ പൊടികളൊക്കെ ഇടാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഈ മീനൊക്കെ ഇത്തിരി എരിവിൽ കഴിക്കണതാട്ടോ നല്ല ടേസ്റ്റ്. എരിവ് കുറഞ്ഞാൽ ഇങ്ങനെ പച്ചക്ക് ഒരു വെളുത്തൊക്കെ ഇരിക്കുന്ന ഒരു എനിക്കിഷ്ടമില്ല. നല്ല എരിവിലൊക്കെ ആകുമ്പോഴത്തേക്കും കുറേ അങ്ങോട്ട് കഴിക്കും. അപ്പോൾ എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത്തിരി തേങ്ങാപ്പാലോ തേങ്ങയൊക്കെ അരച്ച് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ കറിയൊക്കെ അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നല്ല ചൂടുള്ള തിളച്ച വെള്ളമാണേ. ഞാൻ ഒരു വലിയ പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ മീൻ നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഇതാ കല്ലുപ്പും കുറച്ചധികം കുടംപുളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആ മീൻ ഓരോന്നോരോന്നായിട്ട് പെരക്കി അതിലേക്ക് ഇടാണ് കേട്ടോ. ഇനി നന്നായിട്ട് തിളച്ച് വെള്ളം പറ്റി ആ എണ്ണയൊക്കെ തെളിയുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു പരുവം. അധികം ചാറും ഇല്ല, എന്നാൽ ഒട്ടും ചാറും കുറയാനും പാടില്ല. ആ ഒരു പരുവത്തിൽ നമ്മൾ ഓഫാക്കണം കേട്ടോ തീ. ഇനി മീനൊക്കെ മൊത്തം ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും കറി വേഗത്തിൽ റെഡിയാവും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു നല്ല ടേസ്റ്റുള്ളൊരു മീനാട്ടോ ഈ മീൻ. വേഗം തന്നെ മീനും ആക്കി കറിയൊക്കെ റെഡിയാക്കി ഇനി അത് മൂടി വെച്ചിട്ട് അടുത്ത ഒരു പച്ചക്കറിയും കൂടി വെക്കാൻ പോവാണേ. വെണ്ടക്ക ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ അടുത്ത് തോരനായിട്ട് എടുക്കാം. ഇത് മുളകിലല്ലേ, അപ്പോൾ മെഴുക്ക് വരട്ടണ്ട, കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് തോരൻ പോലെ ആക്കി എടുക്കാമെന്നും പറഞ്ഞിട്ട് വെണ്ടക്ക അരിഞ്ഞെടുത്തിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും തോരൻ റെഡിയായിട്ടാ. അങ്ങനെ അതും വേഗമായിട്ടുണ്ടേ. ഇനിയിപ്പോൾ ചോറ് കഴിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ കറി. തിളച്ച് എല്ലാം ശരിയായി ഫൈനലായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ കറി. ഭയങ്കര ടേസ്റ്റാണേ. അപ്പോൾ ചോറ് ഇനി എടുക്കുകയാണ്. ചോറെടുത്തിട്ട് അതിലേക്ക് രാവിലത്തെ കുറച്ച് പയറും മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പുട്ടായിരുന്നു, അപ്പോൾ പുട്ടിൻ്റെ പയർ മെഴുക്ക് വരട്ടി ഉണ്ട്. പിന്നെ അമ്മ കൊടുത്തു വിട്ട് ചെമ്മീൻ അച്ചാർ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തോരനും കൂടി എടുത്തിട്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ മീൻ കറിയും കൂടി ഒഴിച്ച് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് കറി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഷ്ടമായെങ്കിൽ കമൻറ്റും ലൈക്കും തന്ന് സപ്പോർട്ട്